രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം അഭ്യാഗച്ഛൻ മഹാതേജ വിശ്വാമിത്രോ മഹാമുനി. മഹാമുനിയായിരിക്കുന്ന വിശ്വാമിത്രൻ അദ്ദേഹം പഴയകാലത്ത് രാജാവായിരുന്നു, രാജ ഋഷിയായിരുന്നു. ആ നിലയിൽ അദ്ദേഹം അപ്രതിമനായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മനസ്സിലാക്കിയത് ഈ രാജത്വത്തെക്കാളും മഹാത്മ്യമേറിയത് തപസ്സാണ് എന്ന്. ആയുധ ബലത്തെക്കാളും തപസ്സിനാണ് ബലം എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. വസിഷ്ഠനുമായിട്ട് ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് അദ്ദേഹം വിശ്വാമിത്രൻ എന്ന രാജാവ് അത് തിരിച്ചറിയുന്നത്. അദ്ദേഹം സിംഹാസനം അടുത്ത തലമുറയെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം തപസ്സിനിറങ്ങി. അങ്ങനെ അദ്ദേഹം രാജർഷിയായ വിശ്വാമിത്രൻ ബ്രഹ്മർഷിയായി. കഠിനമായ തപസ്സുകൊണ്ട് വേദമന്ത്രങ്ങളുടെ ദ്രഷ്ടാവുമായി. അങ്ങനെയുള്ള ലോകം മുഴുവൻ ആദരിക്കുന്ന ആ വിശ്വാമിത്ര മഹർഷി അദ്ദേഹം മഹാതേജസ്വിയായിരിക്കുന്ന തപോ ഗുണവാനായിരിക്കുന്ന ആ ഋഷി അപ്പോൾ അവിടെ വന്നു ചേർന്നു. അദ്ദേഹം ആ കൊട്ടാരത്തിന്റെ മുന്നിലെത്തി. അപ്പൊ അവിടെ പാറാവുകാരുണ്ട്. അവരോട് പറഞ്ഞു, പെട്ടെന്ന് പോയിട്ട് ദശരഥനോട് പറയൂ, ഇതാ വിശ്വാമിത്രൻ വന്നു ചേർന്നിരിക്കുന്നു എന്ന്. അവരോടിച്ചെന്ന ദശരഥ മഹാരാജാവിനോട് പറഞ്ഞു. മന്ത്രിമാരോടൊപ്പം അദ്ദേഹം രാജ്യകാര്യങ്ങളൊക്കെ വിചാരിക്കുന്നു. ആ സമയത്താണ് അവർ ഓടിച്ചെന്ന് അറിയിച്ചു. അത് കേട്ട മാത്രയില് പ്രതിജഗാമ സംഹൃഷ്ടോ ബ്രഹ്മാണം ഇവോ വാസവ. ബ്രഹ്മാവിന്റെ മുന്നിലേക്ക് എങ്ങനെയാണ് ദേവേന്ദ്രൻ ചെല്ലുക? അതേ പ്രകാരത്തിൽ ഭക്തിയോടുകൂടിയിട്ട്, വിനയത്തോടുകൂടിയിട്ട്, വലിയ തിടുക്കത്തോടുകൂടിയിട്ട് ദശരഥ മഹാരാജാവ് വിശ്വാമിത്രൻ നിൽക്കുന്നതായ തന്റെ കൊട്ടാരത്തിന്റെ മുന്നിലേക്ക് ഓടിച്ചെന്നു. എങ്ങനെ? തന്റെ ഗുരുവിനോടൊപ്പം, ഗുരുജനങ്ങളോടൊപ്പം, തന്റെ മന്ത്രിമാരോടൊപ്പം, തനിക്ക് വേണ്ടപ്പെട്ട എല്ലാ സജ്ജനങ്ങളോടുമൊപ്പം, അവരോടൊപ്പം യഥായോഗ്യം ഓടിച്ചെന്നു. അദ്ദേഹത്തെ, വിശ്വാമിത്രനെ പൂജിക്കേണ്ടത് എങ്ങനെയെന്ന്, സ്വീകരിക്കേണ്ടത് എങ്ങനെയെന്ന് നന്നായിട്ട് ദശരഥ മഹാരാജാവിനറിയാം. അതിന് യാതൊരു ലോപവും വരുത്താതെ കൃത്യമായ പൂജനം നൽകാൻ വേണ്ടിയിട്ട് വേണ്ടുന്ന എല്ലാ പദാർത്ഥങ്ങളുമായിട്ട് ആ ദശരഥന്റെ അനുയായികൾ, അദ്ദേഹത്തിന്റെ സൈനികർ കൂടെയുണ്ട്. നേരെ അദ്ദേഹത്തെ പോയി കണ്ടു. എന്നിട്ട് അദ്ദേഹത്തെ സ്വീകരിച്ചു. വിധിപ്രകാരം അകത്തേക്ക് തന്റെ ആ സഭാഗൃഹത്തിലേക്ക് കൊണ്ടുപോയി യഥായോഗ്യം അദ്ദേഹത്തെ അവിടെ സിംഹാസനത്തിൽ ഇരുത്തി, അദ്ദേഹത്തിന് ഇരിക്കാനുള്ള, ഋഷിമാർക്ക് ഇരിക്കാനുള്ള പീഠത്തിലിരുത്തി, അർഘ്യവും പാദ്യവും എല്ലാം നൽകി പൂജാദികളൊക്കെ ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലയോ ഭഗവാനെ, ഞാൻ അങ്ങയുടെ ആഗമനത്താൽ അങ്ങേയറ്റം ഭാഗ്യശാലിയായി തീർന്നിരിക്കുന്നു, ഞാൻ സന്തുഷ്ടനായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ പൂജ ചെയ്യുന്നത്. ഏതുപോലെ വെച്ച് കഴിഞ്ഞാല് യഥാ അമൃതസ്യ സംപ്രാപ്തിർ യഥാ വർഷമനൂദകേ. ദേവന്മാര് പാലാഴി കടഞ്ഞപ്പോഴേക്കും അവർക്ക് അവിടെ നിന്നിട്ട് അമൃതം ലഭിച്ചു. അമൃതം ലഭിച്ചപ്പോഴേക്കും ദേവന്മാർക്ക് എത്രമാത്രം സന്തോഷം ഉണ്ടായോ. അതേ പ്രകാരത്തില് നമുക്ക് ആർക്കെങ്കിലും ആ ദേവലോകത്തില് ഇപ്പോഴും സുരക്ഷിതമായിരിക്കുന്ന ആ അമൃതം ലഭിച്ചു കഴിഞ്ഞാൽ എന്തുമാത്രം സന്തോഷം ഉണ്ടാകും. അതേ പ്രകാരത്തിൽ അല്ലയോ മഹാത്മാവേ, അങ്ങേ കണ്ടപ്പോഴേക്കും എനിക്ക് ആനന്ദമുളവാകുന്നു. വിശ്വാമിത്രൻ അമൃത തന്നെയാണ്. അദ്ദേഹത്തിന് ബ്രഹ്മജ്ഞാനം, സ്വാധീനം, ആരെയും അമൃതത്വത്തിലേക്ക് നയിക്കാൻ ശേഷിയുള്ളയാളാണ് അദ്ദേഹം എന്നെല്ലാം അതിനകത്ത് നിന്നിട്ട് വ്യഞ്ചിച്ച് കിട്ടുന്നു.
ഉണങ്ങിക്കിടക്കുന്നതായ ഉഷരഭൂമിയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാകുന്ന ആനന്ദം? അതേ പ്രകാരത്തിൽ വലിയ മരുപ്രദേശങ്ങളിൽ മഴ പെയ്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം അവിടെ മുഴുവൻ ചെടികൾ തഴച്ചു വളരും, പൂക്കളെ കൊണ്ട് നിറയും. അത് നമ്മുടെ അനുഭവമാണ്. അതേ പ്രകാരത്തിൽ അങ്ങ് വന്നു ചേർന്നപ്പോഴേക്കും എനിക്ക് അങ്ങേറ്റത് ആനന്ദമുണ്ടാകുന്നു. അല്ലയോ ഭഗവാനെ, സ്വാഗതം തേ മഹാമുനെ. മഹർഷിമാരിൽ വെച്ചിട്ട് ശ്രേഷ്ഠനായിരിക്കുന്ന അല്ലയോ ഭഗവാനെ, അങ്ങയ്ക്ക് സ്വാഗതം. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, കംചതേ പരമം കാമം കരോമി കിമുഹർഷിത. അല്ലയോ ഭഗവാനെ, അങ്ങ് ഇവിടെ വരുമ്പോൾ അത് അകാരണമാണ് എന്ന് കരുതാൻ പറ്റില്ല. എന്തോ കാരണമുണ്ട്, എന്തോ ഒരു കാര്യം അങ്ങ് ഉദ്ദേശിച്ചിരിക്കുന്നു. അത് നിസ്സാരമായ കാര്യമല്ല. അങ്ങ് ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യമാണല്ലോ, അത് വളരെ മഹനീയമായിരിക്കും. അതാണ് അങ്ങയുള്ള ആ പരമമായിരിക്കുന്ന കാമം, പരമമായിരിക്കുന്ന ആ ആഗ്രഹം, ലക്ഷ്യം, ആഗമന ലക്ഷ്യം എന്താണ് എന്ന് അങ്ങ് പറഞ്ഞാലും എന്തു തന്നെയായാലും എനിക്ക് വളരെയേറെ അതുകൊണ്ട് ആനന്ദമേ ഉളവാകുള്ളൂ. അങ്ങയുടെ ഏതൊരാഗ്രഹത്തെയാണ് ഞാൻ വളരെ സന്തോഷത്തോടുകൂടി അങ്ങയോടുള്ള ആദരവോടുകൂടിയിട്ട് വളരെ വേഗത്തിൽ നിർവഹിക്കേണ്ടത് അങ്ങ് പറഞ്ഞാലും യഥാർത്ഥത്തിൽ അങ്ങ് ഇങ്ങനെ വന്നിട്ട് എന്നോട് എന്തെങ്കിലും ചെയ്യാനായിട്ട് കൽപ്പന പുറപ്പെടുവിക്കുമ്പോഴേക്കും അതെന്റെ ജീവിതത്തിലെ പരമമായ സൗഭാഗ്യമായിട്ട് മാത്രമേ ഞാൻ അതിനെ കാണുള്ളൂ. ആദ്യമേ സഫലം ജന്മ ജീവിതം ച സുജീവിതം. ഇപ്പോ അങ്ങയുടെ ഈ ആഗമനത്താൽ എന്റെ ജന്മം സഫലമായി കഴിഞ്ഞിരിക്കുന്നു. എന്റെ ജീവിതം ഏറ്റവും നല്ല ജീവിതമായി കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ജീവിതം. ഋഷിമാരെ സേവിക്കാൻ കഴിയുക, അങ്ങേപ്പോലുള്ള ഋഷി സത്തമനെ സേവിക്കാൻ കഴിയുക, സേവനം ആജ്ഞാപിക്കാനായിട്ട് അങ്ങ് ഇങ്ങോട്ട് വരിക, ഇതാണ് യഥാർത്ഥത്തിലുള്ളതായ ജീവിതം. ആ പരമഭാഗ്യം അങ്ങയുടെ കാരുണ്യത്താൽ എനിക്ക് ലഭിച്ചിരിക്കുന്നു. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ചരിത്രം മുഴുവൻ എനിക്കറിയാം. അങ്ങ് ആദ്യം രാജർഷിയായിരുന്നു, രാജാവായിരുന്നപ്പോഴും ഋഷിയായിരുന്നു. എന്താ രാജർഷിയുടെ പ്രത്യേകത? രാജാക്കന്മാരെ നമുക്ക് ഈ ലോകത്ത് എല്ലായിടവും കിട്ടും, പക്ഷെ രാജർഷിമാരെ ഭാരതത്തിൽ മാത്രമേ കിട്ടൂ. അത് ഭാരതത്തിന്റെ പാരമ്പര്യം അനുസരിച്ചുള്ളതായ രാജാക്കന്മാർ, അവരിൽ മാത്രമേ രാജർഷിമാരെ കാണൂ. എന്താ? രാജാവുമാണ്, ഋഷിയുമാണ്. ആരാ ഋഷി? ജീവിതത്തിന്റെ രഹസ്യങ്ങളിലേക്ക് കടന്ന് കാണുന്നവൻ, അതാണ് ഋഷി. ഉള്ളിന്റെ ഉള്ളിലേക്ക് കടന്നു കാണുന്നവൻ. ഉള്ളിന്റെ ഉള്ളിലേക്ക് കടന്നു കാണുമ്പോ അത് താൻ ആരാണ് എന്ന് പഠിപ്പിച്ചു തരുന്ന ഒരു വലിയ വൈജ്ഞാനിക മണ്ഡലത്തിലേക്ക്, അനുഭൂതി മണ്ഡലത്തിലേക്ക് എത്തിക്കും. ഞാനെന്നത് ഈ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല എന്നിങ്ങനെ ആ കടന്നു കാണൽ പഠിപ്പിക്കും. ഏതം അന്നമയമാത്മാനോ ഉപസംക്രമ്യ, ഏതം പ്രാണമയമാത്മാനോ ഉപസംക്രമ്യ എന്നിങ്ങനെ തൈത്തീരീയ ഉപനിഷത്തിൽ അത് നമ്മൾ കേൾക്കും. ഈ അന്നമയമായിരിക്കുന്ന അന്നമയകോശം, ഈ സ്ഥൂല ശരീരം, അതാണ് ഞാനെന്നാണല്ലോ പൊതുവിൽ എല്ലാവരുടെയും, നമ്മുടെ എല്ലാവരുടെയും ധാരണ. ഇതല്ല ഞാനെന്നറിഞ്ഞ് ഇതിനെ കടന്ന് അപ്പോഴേക്കും ഞാൻ പ്രാണമയകോശമാണോ? അതുമല്ല ഞാൻ എന്ന് വിവിധങ്ങളായ അപഗ്രഥനത്തിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും തിരിച്ചറിഞ്ഞ് അതിനെയും കടന്ന്, അപ്പോ പിന്നെ ഞാൻ മനോമയകോശമാണോ? അതും തിരിച്ചറിഞ്ഞ് അതിനെയും കടന്ന്. ഇതാണ് ഋഷിത്വം. ഇങ്ങനെ ഉള്ളിലേക്ക് തന്റെ വസ്തുത എന്താണെന്ന് അന്വേഷിച്ച് കണ്ടെത്തുകയാണ്. അങ്ങനെ ഏറ്റവും ഉള്ളില് ആനന്ദമയകോശത്തെയും വിജ്ഞാനമയകോശത്തെയും ആനന്ദമയകോശത്തെയും കടന്ന് പരമമായിരിക്കുന്ന ബ്രഹ്മസത്യത്തിൽ എത്തുന്നവനാണ് ഋഷി. ആ മണ്ഡലത്തിൽ, ആ മേഖലയിൽ, ആ അനുഭൂതി മണ്ഡലത്തിൽ വളരെയേറെ പുരോഗമിച്ചവനാകണം ഭരണാധിപനാകേണ്ടത്. അതല്ലാതെ ഈ ജഗത്തിനെയും തന്നെയും കേവലം ഭൗതികമായി ചിന്തിക്കുന്നവനാകരുത്. സമ്പത്തിന്റെയും അധികാരത്തിന്റെയും സൈനിക ബലത്തിന്റെയും ഒക്കെ പേരില് അഹങ്കരിക്കുന്നവനാകരുത്. അങ്ങനെയുള്ള ആളുകൾ രാവണന്മാരാണ്. അതാണ് രാമായണത്തിൽ നമ്മൾ കാണുന്ന രാവണാദി വിഭാഗം. വിശ്വാമിത്രൻ അതല്ല, രാജർഷിയാണ്, രാജാവുമാണ്, ഋഷിയുമാണ്.
അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പിന്നെ മനസ്സിലായത് ഇതിനേക്കാളും മഹാത്മ്യമേറിയത് തപസ്സാണ് എന്ന്. ആദ്യം അങ്ങ് രാജർഷിയായിരുന്നു, പിന്നെ അങ്ങ് അതിലും വലുത് തപസ് തന്നെയാണെന്നറിഞ്ഞ് അങ്ങ് ആ പദവും കളഞ്ഞ് കഠിനമായ തപസ്സിലൂടെ ബ്രഹ്മർഷിയായി തീർന്നയാളാണത്. ബ്രഹ്മർഷിയായി തീർന്നയാളാണ് അങ്ങ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങ് എല്ലാ പ്രകാരത്തിലും ആദരണീയനാണ്. അതുകൊണ്ട് അല്ലയോ മഹാത്മാവേ, ബ്രൂഹിയത് പ്രാർത്ഥിതം തുഭ്യം കാര്യം ആഗമനം പ്രതി. അങ്ങ് എന്ത് നിറവേറ്റാൻ ആഗ്രഹിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നു ചേർന്നിരിക്കുന്നത്, അതങ്ങ് പറഞ്ഞാലും അത് അനുസരിക്കാനായി നടപ്പിലാക്കാൻ വേണ്ടി ഞാനിതാ കാത്തു നിൽക്കുന്നു എന്ന്, ഇതെന്റെ പരമഭാഗ്യമാണ് എന്ന് രാജാവായ ദശരഥൻ തൊഴുകയോടുകൂടിയിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആ മഹാസഭയിൽ വെച്ച് വിശ്വാമിത്രനോട് പറഞ്ഞു. ആ അവസരത്തില് വിശ്വാമിത്രൻ അതെല്ലാം കേട്ട് സന്തോഷിച്ചു. എന്നിട്ട് അദ്ദേഹം മറുപടി പറഞ്ഞു തുടങ്ങി. സദൃശം രാജശാർദൂല തവൈവം ഭുവി നാന്യത. അങ്ങ് രാജശാർദൂലനാണ്, രാജാക്കന്മാരുടെ കൂട്ടത്തിൽ വെച്ച് ശ്രേഷ്ഠനാണ്. അങ്ങയുടെ ഈ വാക്കുകൾ അങ്ങയ്ക്ക് യോജിച്ചതാണ്. അങ്ങയെപ്പോലെ ഈ പ്രകാരത്തില് സംസാരിക്കാൻ, ഇത്ര ഉറപ്പോടുകൂടിയിട്ട് ധൈര്യത്തോടുകൂടിയിട്ട് സംസാരിക്കാൻ, പറയാൻ, വാഗ്ദാനം ചെയ്യാൻ വേറെ ആർക്കും സാധ്യമല്ല. അങ്ങനെയുള്ള ആളുകളെ കിട്ടുക ഈ ലോകത്ത് ദുർലഭമാണ്. അങ്ങ് അങ്ങയുടെ ഈ ജന്മത്തെ സഫലമാക്കിയിരിക്കുന്നു എന്ന് മാത്രമല്ല, മഹാവംശപ്രസൂതസ്യ വസിഷ്ഠ വ്യപദേശിന. അങ്ങ് ജനിച്ചിരിക്കുന്നത് മഹാവംശത്തിലാണ്, സൂര്യവംശത്തിലാണ്. ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നതായ വംശം, ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്നതായ വംശം. അതുകൊണ്ടാണ് സൂര്യവംശം എന്ന പേര്. ആ വംശത്തിന്റെ സ്വഭാവം ഇതാണ്. അതിന് ഏറ്റവും യോജിച്ചതാണ് അങ്ങയുടെ വാക്കുകൾ. എന്ന് മാത്രമല്ല, അങ്ങയ്ക്ക് വേണ്ടുന്ന ഉപദേശം തരാൻ ആരാ ഇവിടെ കൂടെയുള്ളത്? വസിഷ്ഠ മഹർഷിയാണ്, ബ്രഹ്മജ്ഞാനിയായ വസിഷ്ഠൻ. അദ്ദേഹത്തിന്റെ വാക്കുകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നയാളാണ് അങ്ങ്. ആ കാരണത്താലും അങ്ങയുടെ ഈ വാക്കുകൾ ഉചിതം തന്നെയാണ്. അതുകൊണ്ട് അല്ലയോ മഹാരാജാവേ, ഞാൻ എന്ത് കാര്യം ഉദ്ദേശിച്ചിട്ടാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, അത് ഞാൻ അങ്ങയോട് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് വളരെ വ്യക്തമായി പറയാം. അങ്ങ് കേട്ടുകൊള്ളൂ.